ജെൻസി ജനറേഷന്റെ ഭാഷയും ഓൾഡ് ജനറേഷന്റെ ഭാഷയും രണ്ടും രണ്ടാണ്. ജെൻസി ജനറേഷൻ പൂക്കി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യൂട്ട്, അഡോറബിൾ എന്നൊക്കെയുള്ള. പക്ഷേ പ്രായമുള്ള ആളുകൾ ആ പദം കേൾക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന അർത്ഥങ്ങളാണ് അവരുടെ മനസ്സുകളിലേക്ക് വരുന്നത്. നമ്മുടെ പുതിയ യൗവനക്കാർ പറയുന്നതാണ് ഇറ്റ്സ് എ ടീ ടൈം, ലെറ്റ്സ് കുക്ക്, ഹീസ് ഫയർ, ഐ ഹാവ് ബീഫ്, ഹീ സ്നാക്ക്, ഷീ ഏറ്റ്. ഇത്രയും പറഞ്ഞപ്പോൾ ഓൾഡർ ജനറേഷൻ മനസ്സിലാക്കിയത് കുക്കിങ്ങുമായിട്ടും തീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നാണ്. ഓൾഡർ ജനറേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടേക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ടീ ടൈം, ലെറ്റ്സ് കുക്ക്, ഷീ ഏറ്റ്, ഹീ സ്നാക്ക്, ഹീസ് ഫയർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൾഡർ ജനറേഷന് മനസ്സിലായി ഇതെന്തോ കുക്കിങ്ങും കഴിക്കുന്ന കാര്യം ഏതാണ്ടാണെന്നാണ്. പക്ഷെ ജെൻസി ലാംഗ്വേജിൽ അത് ഡിഫറെൻ്റ് ആണ്. ജെൻസി ലാംഗ്വേജിൽ ഇറ്റ്സ് എ ടീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പ് എന്നുള്ളതാണ്. ലെറ്റ്സ് കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഹിം ഡു ഇൻ ഹിസ് ഓൺ എന്നുള്ള. ഹീ സ്നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് എന്നുള്ളതാണ്. ഷീ ഏറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ പെർഫോംഡ് വെരി വെൽ എന്നുള്ളതാണ്. ഐ ഹാവ് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് കോൺഫ്ലിക്റ്റ് വിത്ത് ഹിം എന്നുള്ളതാണ്. നമ്മൾ ഓർത്തിരുന്നത് ഇത് തീറ്റയുടെ ഏതാണ്ട് കാര്യമാണെന്ന്. അതുകൊണ്ടാണ് ഈ സമകാലീന കാലഘട്ടത്തിൽ അവരുടെ ഭാഷ മനസ്സിലാക്കി, അവരുടെ രീതികൾ മനസ്സിലാക്കി, അവരുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സഭയും സമൂഹവും വലിയൊരു പ്രതിസന്ധി